അതിരൂപത മെത്രാസന മന്ദിരത്തിൽ പ്രവേശിച്ച വൈദികരുടെ പ്രസ്താവന. സീറോ മലബാർ സഭയിലെ അഭിമന്യ ബിഷപ്പുമാരെ, സന്യസ്തരെ, വിശ്വാസികളെ, എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാസന മന്ദിരത്തിന്റെ വാതിലുകൾ വിശ്വാസികൾക്കും വൈദികർക്കുമെതിരെ കൊട്ടിയടക്കപ്പെട്ടിട്ട് മാസങ്ങളായി. നിയമപരമായി ഒരു സഭാ സംവിധാനത്തിന് പ്രവർത്തിക്കാൻ ആവശ്യം വേണ്ട പാസ്റ്ററൽ കൗൺസിൽ, പ്രസ്ബിറ്ററൽ കൗൺസിൽ, ഫിനാൻസ് കൗൺസിൽ, ആലോചന സമിതി തുടങ്ങിയ കാനോനിക സമിതികളെല്ലാം മരവിക്കപ്പെട്ടിരിക്കുകയാണ്. അവയെങ്കിലും പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് വൈദികർ പല പ്രാവശ്യം നിവേദനം സമർപ്പിച്ചെങ്കിലും ഇതുവരെ അതൊന്നും പരിഗണിച്ചിട്ടില്ല. ഒരു വിഷയത്തിലും ക്രിയാത്മകമായ ചർച്ചകൾ നടന്നിട്ടില്ല. സഭയിലെ വിവിധ ഫോറങ്ങൾ, സിനഡിലെ ബിഷപ്പുമാർക്ക് ഞങ്ങൾ അയക്കുന്ന കത്തുകൾക്ക് ഒന്നിനു പോലും മറുപടികൾ ലഭിക്കുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ചർച്ചകൾക്കുള്ള വഴിയൊരുക്കുന്നതിനായി അങ്കമാലിയിൽ ബഹുമാനപ്പെട്ട ജോസ് കൈതക്കോട്ടിലച്ചൻ 3 ദിവസം നിരാഹാരം അനുഷ്ഠിച്ചത്. എന്നാൽ അതും അവഗണിക്കപ്പെട്ടു. അതിനാൽ ഇനിയും ഈ അതിരൂപതയിലെ പ്രശ്നങ്ങൾ അനന്തമായി നീട്ടിക്കൊണ്ടുപോകരുത് എന്ന ഉദ്ദേശത്തിലാണ് ഞങ്ങൾ 21 വൈദികർ ജീവൻ പണയം വെച്ച് ഞങ്ങളുടെ മാതൃഭവനത്തിൽ കയറുവാൻ തീരുമാനിച്ചത്. ജനാഭിമുഖ കുർബാനയ്ക്കായി എന്തിനാണ് അടച്ചിട്ട ഗേറ്റുകളുള്ള, അതീവ സുരക്ഷാ ക്രമീകരണമുള്ള, പോലീസിന്റെ സംരക്ഷണയുള്ള എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാന മന്ദിരത്തിലേക്ക് ഞങ്ങൾ 21 പേർ വശങ്ങളിലുള്ള പ്രവേശന കവാടത്തിലൂടെ കടന്നു ചെന്നത് എന്ന ചോദ്യങ്ങൾക്കുള്ള വ്യക്തമായ ഉത്തരം നൽകേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ മെത്രാൻ നിയമിച്ച ക്രിമിനൽ കൂരിയ വന്നതിൽ പിന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്ക് തങ്ങളുടെ മാതൃഭവനവും തങ്ങളുടെ പെർമനന്റ് അഡ്രസ്സുമുള്ള ആസ്ഥാന മന്ദിരത്തിലേക്ക് പ്രവേശനം നിഷേധിച്ചിരിക്കുകയാണ്. വൈദികരെന്ന നിലയിൽ ഞങ്ങളുടെ വ്യക്തിപരവും അജപാലനപരവുമായ പല ആവശ്യങ്ങൾക്കും വളരെ സ്വതന്ത്രമായി ഞങ്ങൾ പെരുമാറിയിരുന്ന ആസ്ഥാന മന്ദിരത്തിന്റെ വാതിലുകൾ ഞങ്ങളെ അഭിമുഖീകരിക്കുവാനുള്ള ഭയം നിമിത്തം മെത്രാനും അദ്ദേഹത്തിന്റെ ക്രിമിനൽ കൂരിയായും അടച്ചിട്ടിരിക്കുന്നു. ജനാഭിമുഖ കുർബാന ഈ അതിരൂപതയുടെ അവകാശമാണ്. സീറോ മലബാർ സിനഡ് രൂപം കൊള്ളുന്നതിന് മുൻപേ അതിനായുള്ള മുറവിളികൾ ഞങ്ങളുടെ പൂർവികർ തുടങ്ങിയതാണ്. അത് ഞങ്ങളുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഞങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന കുർബാന അർപ്പണ രീതിയാണത്. അത് നേടിയെടുക്കുവാൻ ക്രിസ്തീയമായ മാർഗങ്ങളിലൂടെ ഞങ്ങൾ ഉന്നയിച്ച രോദനങ്ങൾ അപ്പാടെ അവഗണിക്കപ്പെടുകയാണുണ്ടായത്. എന്നാൽ ഞങ്ങളുടെ രോദനങ്ങളെ തോൽപ്പിക്കുവാൻ തികച്ചും അക്രൈസ്തവവും അധാർമികവുമായ മാർഗങ്ങൾ ബിഷപ്പ് ബോസ്കോ പുത്തൂർ സ്വീകരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോഴുള്ളത്. ഇടവകകളിൽ ഗുണ്ടായിസം കാണിക്കുന്നവർക്ക് വേണ്ടി മാത്രം മെത്രാസന മന്ദിരത്തിന്റെ സകല വാതിലുകളും തുറന്നിട്ടിരിക്കുന്നു. അവർ യഥേഷ്ടം ഞങ്ങളുടെ മാതൃഭവനത്തിൽ കയറി ഇവിടെയുള്ള ക്രിമിനൽ കൂരിയായോട് ചർച്ച നടത്തി ഞങ്ങളുടെ ഇടവകകളിൽ എങ്ങനെ കലാപം ഉണ്ടാക്കണമെന്ന് പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നു. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകുന്നത് ചർച്ചയിലൂടെയാണ്. പക്ഷേ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററും ക്രിമിനൽ കൂരിയായും ചർച്ചകളെ ഭയപ്പെടുന്നു. അവർ സ്വസ്ഥമായി അവരുടെ ഓഫീസുകളിലിരുന്ന് ഞങ്ങളുടെ വിശുദ്ധരായ വൈദികരെ സസ്പെൻഡ് ചെയ്ത് ഭയപ്പെടുത്തുന്നു. വിശ്വാസികൾക്കിടയിൽ അസ്വസ്ഥതയും അസമാധാനവും സൃഷ്ടിക്കുന്നു. ഭിന്നതയും കലഹവും വർദ്ധിപ്പിക്കുന്നു. വക്കീലുമാരുടെ ഒരു വൻ സന്നാഹം തന്നെ ദിവസേന ഇവിടെ ഒത്തുകൂടി നമ്മുടെ അതിരൂപതയെയും ഇടവകകളെയും നശിപ്പിക്കുവാൻ ഗൂഢാലോചന നടത്തുന്നു. സമാധാനപരമായി പോയിക്കൊണ്ടിരുന്ന സെയിന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്ക പള്ളി വികാരി ഫാദർ വർഗീസ് മണവാളന് പകരവും, തൃപ്പൂണിത്തറ സെയിന്റ് മേരീസ് ഫൊറോന പള്ളിയിലെ ഫാദർ ജോഷി വേഴേപ്പറമ്പിലിന് പകരവും, പാലാരിവട്ടം സെയിന്റ് മാർട്ടിൻ ഡി പോറസ് ഇടവക വികാരി ഫാദർ തോമസ് വാളൂക്കാരന് പകരവും, മാതാനഗർ ഇടവകയിലെ ഫാദർ ബെന്നി പാലാട്ടിക്ക് പകരവും, പ്രസാദഗിരി പള്ളി വികാരി ഫാദർ ജെറിൻ പാലത്തിങ്കലിന് പകരവും അതിരൂപതയിൽ നിന്ന് അതീവ ഗുരുതരമായ ധാർമ്മികവും സാമ്പത്തികവുമായ ക്രമക്കേടുകളുടെ പേരിൽ ഇടവക ശുശ്രൂഷകളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട വൈദികരെ അഡ്മിനിസ്ട്രേറ്റർമാരായി വെച്ച് ആ ഇടവകകളിലെ സമാധാനാന്തരീക്ഷം തകർത്തിരിക്കുന്നു. അതിനിടയിൽ ജെഫ് എന്ന കൊച്ചനെ സസ്പെൻഡ് ചെയ്തു. 40 ദിവസം മാത്രം സേവനം ചെയ്ത വൈദികരെ പോലും സ്ഥലം മാറ്റി. വൈദികരെ വെറും അടിമ തൊഴിലാളികളെ പോലെ കണക്കാക്കുന്ന ഗൗരവതരമായ സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത്തരത്തിൽ അധികാര ദുർവിനിയോഗം നടത്തി അതിരൂപതയിലെ വൈദികരുടെയും സന്യസ്തരുടെയും അൽമായരുടെയും സമാധാനവും സന്തോഷവും നശിപ്പിക്കുന്ന അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററിന്റെയും ക്രിമിനൽ കൂരിയായുടെയും പീഡനങ്ങൾ സഹിച്ച് പൊറുതിമുട്ടിയിട്ടാണ് ഞങ്ങൾ വൈദികർ ഏത് ത്യാഗവും ഏറ്റെടുത്തിട്ടാണെങ്കിലും ഇതിന് അന്തിമമായ തീരുമാനമുണ്ടാകണമെന്ന് ആഗ്രഹിച്ചത്. അതിനായാണ് അങ്കമാലിയിൽ 3 ദിവസത്തെ നിരാഹാര സത്യാഗ്രഹം നടത്തിയത്. അത്തരം ധർമ്മസമരത്തിന് പോലും പ്രതികരിക്കാത്ത കഠിനഹൃദയമുള്ള അധികാരികളുടെ ധാർഷ്ട്യത്തിനും അധർമ്മത്തിനുമെതിരായാണ് ഞങ്ങളുടെ യജ്ഞം. ഇവിടെ ഞങ്ങൾ സഹിക്കേണ്ടി വന്നേക്കാം, പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നേക്കാം, അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം, മർദ്ദനമേൽക്കേണ്ടി വന്നേക്കാം, കൊല്ലപ്പെട്ടേക്കാം. എങ്കിലും ഞങ്ങൾക്ക് ഈ വിശുദ്ധ കൃത്യം ചെയ്യാതെ പറ്റുകയില്ല. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ, വിശുദ്ധ മാക്സിമിലിയൻ കോൾബെ, വിശുദ്ധ മദർ തെരേസ തുടങ്ങിയ വിശുദ്ധരായ മെത്രാന്മാരുടെയും വൈദികരുടെയും സന്യസ്തരുടെയും അൽമായരുടെയും പാദസ്പർശമേറ്റ എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്തെ ഇത്തരം ക്രിമിനൽ കൂരിയ അംഗങ്ങൾ അശുദ്ധമാക്കുവാൻ ഇനിയും ഞങ്ങൾ അനുവദിക്കില്ല.
ഈ അതിരൂപതയിൽ നിന്നുള്ള ഒരു മെത്രാനെയും സത്യസന്ധരായ വൈദികർ ഉൾപ്പെടുന്ന കൂരിയെയും പുനഃസ്ഥാപിക്കേണ്ടത് ഞങ്ങളുടെ അവകാശവും ആവശ്യവുമാണ്. ഞങ്ങളുടെ ഈ ധർമ്മസമരത്തിൽ അതിരൂപതാ മക്കളുടെ മുഴുവൻ പ്രാർത്ഥനയും പങ്കാളിത്തവും അഭ്യർത്ഥിക്കുന്നു. നന്ദി.